റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഫസ്റ്റ് റൺ റിപ്പോർട്ട്. കേരള സർവകലാശാലയിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർക്കെതിരെ നടപടിയുടൻ. സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ആലോചനയിൽ. രജിസ്ട്രാർക്ക് വീഴ്ചയുണ്ടായി എന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. നടപടിയെടുക്കാൻ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകും. ഗോപാൽ ശീലാസനലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോപാൽ, രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇപ്പോൾ രാജ്ഭവന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശവും അത് തന്നെയാണല്ലേ? അതെ വിനീത, ഇതുവരെ സർവകലാശാലയിൽ നിന്ന് 3 റിപ്പോർട്ടുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ എത്തിയിരിക്കുന്നത്. അതായത് വൈസ് ചാൻസലർ നൽകിയ റിപ്പോർട്ട്, അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറുടെയും സെക്യൂരിറ്റി ഓഫീസറുടെയും പബ്ലിക് റിലേഷൻ ഓഫീസറുടെയും റിപ്പോർട്ടുകൾ ചേർത്തുള്ള റിപ്പോർട്ടാണ് രാജ്ഭവനിലുള്ളത്. ഈ റിപ്പോർട്ട് പ്രകാരം രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ വീഴ്ച ഉണ്ടായി എന്നതാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ നിയമോപദേശം രാജ്ഭവന് ലഭിച്ചിട്ടുണ്ട്. അച്ചടക്ക നടപടി എടുക്കുന്നതിൽ തെറ്റില്ല എന്നും ബോധപൂർവമാണോ ഇത്തരത്തിലുള്ള ഇടപെടൽ രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് സംശയമുണ്ട് എന്നതുമാണ് രാജ്ഭവൻ ഈ വിഷയത്തിൽ ഇക്കാര്യത്തിൽ രജിസ്ട്രാറുടെ വാദങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണോ? ഗവർണർ എത്തിയ ശേഷം ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണല്ലോ രജിസ്ട്രാർ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും താൻ തന്റെ ചുമതല മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ നൽകിയ വിശദീകരണം. പക്ഷെ അപ്പോഴും ഈ രാജ്ഭവൻ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടുകളിൽ വ്യക്തതയില്ല, രജിസ്ട്രാർ നൽകിയ വിശദീകരണത്തിൽ വ്യക്തതയില്ല എന്നുള്ള കാര്യമാണ്. അതിന് ഉദാഹരണമായി പറയുന്നത് ഇത്തരത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് പരിപാടി നടത്തിയെന്നും അതുകൊണ്ട് തന്നെ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടു എന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ രജിസ്ട്രാർ നൽകിയ വിശദീകരണത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഏത് മതചിഹ്നമാണ് എന്ന് വ്യക്തമാക്കാൻ ഈ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിലോ സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിലോ ഇല്ല. സ്ഥലത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിട്ട് രജിസ്ട്രാർ ഇത്തരത്തിൽ ഏത് മതചിഹ്നമാണ് കണ്ടത് എന്ന കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് വ്യക്തത നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ രാജ്ഭവൻ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ രജിസ്ട്രാർ ആ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. താനല്ല നിയമം ലംഘിച്ചത്, നിയമം ലംഘിച്ചവരെ തടയാനാണ് ശ്രമിച്ചത്, താൻ നിയമപരമായി തന്നെ ആണ് പെരുമാറിയത് എന്ന നിലപാടിൽ തന്നെ രജിസ്ട്രാർ ഉറച്ചു നിൽക്കുന്നു. എന്താണെങ്കിലും ഈ വിഷയത്തിൽ നടപടിയിൽ കുറഞ്ഞ ഒന്നും, അച്ചടക്ക നടപടിയിൽ കുറഞ്ഞ ഒന്നും അനുവദിക്കാൻ കഴിയുകയില്ല എന്നതാണ് രാജ്ഭവന്റെ നിലപാട്. സസ്പെൻഷൻ അടക്കം ഉള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. അതൊരു ഉത്തരവായി ഇറങ്ങുന്ന താമസം മാത്രമേ ഉള്ളൂ എന്നതാണ് നമുക്ക് രാജ്ഭവനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. എപ്പോൾ ഉണ്ടാകും നടപടി എന്നത് മാത്രമാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇനി അതിനോടൊപ്പം തന്നെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നടപടി എടുക്കണം. വൈസ് ചാൻസലർക്കായിരിക്കും ഈ നടപടി എടുക്കാൻ രാജ്ഭവൻ നിർദ്ദേശം നൽകുക. സാങ്കേതികമായി ഗവർണർക്ക് ഈ വിഷയത്തിൽ നേരിട്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, നടപടി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തന്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനോടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നടപടിയെടുത്ത് അതിന്റെ വിശദാംശങ്ങൾ രാജ്ഭവനിൽ ഹാജരാക്കാൻ അറിയിക്കുകയായിരിക്കും ചെയ്യുക. ശരി, ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയാണ് നമ്മൾ കണ്ടത്. കേരള സർവകലാശാലയിലെ ഭാരതാംബ വിവാദത്തിൽ ഏതായാലും രജിസ്ട്രാർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് ഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകാം എന്ന് തന്നെ വിലയിരുത്തുന്നു. ഏതായാലും ഗവർണർക്ക് നിയമോപദേശം കൂടി ലഭിച്ച സാഹചര്യത്തിൽ വൈസ് ചാൻസലർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.